എന്തിനാണ് ഈ പെസഹ അന്നേരം കർത്താവായ ദൈവം ജനത്തിനു വേണ്ടി ഒരുക്കിയത്? അതാണ് നമുക്ക് ചോദ്യം. ആമേൻ. ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ആ മോശയുടെ കാലഘട്ടം ഒന്ന് പഠിക്കണം. മോശയുടെ കാലഘട്ടം പഠിക്കുമ്പോൾ നമുക്കറിയാം, മോശ ആമേൻ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനാണ് മോശ എന്ത് ചെയ്തത്? മോശ ആമേൻ ദൈവം അങ്ങോട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളെ 400 വർഷം പിടിച്ചു വച്ചേക്കുന്നൊരു പുള്ളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്നുമാണ്? അദ്ദേഹത്തിൻ്റെ ആ മിസ്രൈമിൻ്റെ ഭരണാധികാരി അറിയപ്പെടുന്നത് ഫറവോൻ എന്നാണ്, അല്ലേ? ഫറവോന്മാർ ഒന്നല്ല, പല ഫറവോന്മാർ മാറി മാറി ഇസ്രായേൽ മക്കളെ അടിച്ച് ഒതുക്കി ഞെരുക്കി ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ജനം പറയുന്നു, ഞങ്ങൾക്ക് ആരാധിക്കണം, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ആരാധിക്കണം. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരാധിക്കാൻ വെമ്പൽ കൊണ്ട ജനം 430 വർഷം കരഞ്ഞപ്പോഴാണ് ആമേൻ ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, മോശേ ജനത്തെ എന്ത് ചെയ്യാൻ പോവുക? ആമേൻ പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. ആമേൻ. ജനത്തെ പുറത്തു കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് മോശയെ അയച്ചു. മോശ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ഫറവോൻ പറയുക, നിൻ്റെ ദൈവത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഞാനിവിടെ ഇഷ്ടം പോലെ ദൈവങ്ങളെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്, ഈ ദൈവങ്ങളൊക്കെയാണ് ശക്തന്മാരായ ദൈവം. ആമേൻ എന്നൊക്കെ പറഞ്ഞ് മോശയോട് വാദിക്കുമ്പോൾ മോശ എന്ത് ചെയ്തു? കയ്യിലിരുന്ന വടിയെടുത്ത് താഴെ ഇട്ടേച്ച് പറഞ്ഞു, ഫറവോനെ നോക്ക്, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തെ കണ്ടില്ലെങ്കിലും ഈ വടി പാമ്പായി സർപ്പമായി മാറിയപ്പോൾ ആമേൻ ഫറവോനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി. കാരണം മോശ ഈ ദൈവത്തെ അറിഞ്ഞു എങ്കിലും ആദ്യമായിട്ടാണ് ഈ അത്ഭുതം കാണുന്നത്. അതുകൊണ്ട് മോശയ്ക്ക് ഇതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആമേൻ. മോശയ്ക്ക് ഇതൊരു മിറക്കിളായിരുന്നു. ഈ അത്ഭുതം കണ്ട സമയം ഫറവോൻ ചിരിച്ചേച്ച് പറഞ്ഞു, എടാ മോശേ, എടാ നീ ഇപ്പോഴല്ലേടാ ഇത് കണ്ടത്, ഞാൻ ഇതൊക്കെ നേരത്തെ കണ്ടിരിക്കുക. അപ്പം മോശ ചോദിച്ചു, എവിടെ നിന്ന് കണ്ടു? എടാ നീ കാണുന്നതിന് മുൻപ് എൻ്റെ മന്ത്രവാദികൾ ഇതൊക്കെ നേരത്തെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, മോശ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും അവൻ ശകുനവാദികളെയും വിളിച്ചേച്ചു പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ അവൻ വരുമ്പോൾ ഒരു വടി കൊണ്ടുവന്ന് അതിനെ നിലത്തിട്ട് അതിനെന്ത് ചെയ്യണം? അതിനെ സർപ്പമാക്കി മാറ്റണം, പാമ്പാക്കി മാറ്റണം. ഞാൻ പറയട്ടെ, ഫറവോൻ്റെ മന്ത്രവാദികളെല്ലാം ഒന്നിന് പകരം ഒരു 10-50 മന്ത്രവാദികൾ 19 വടിയുമായിട്ട് വന്ന അതെ ഇതിനകത്ത് കൊട്ടാരത്തിനകത്ത് മന്ത്രം ചൊല്ലി നിലത്തിട്ട് കഴിഞ്ഞപ്പോൾ അതെന്തായി? അത് പാമ്പായി മാറി. പെട്ടെന്ന് മോശം ഞെട്ടിപ്പോയി, ഇങ്ങനെയും മന്ത്രവാദികൾക്ക് ശക്തിയുണ്ടോ? കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. മന്ത്രവാദിക്ക് ശക്തിയുണ്ടോ? ഇല്ല എന്ന് പറയുന്നവരുണ്ട്, ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയാം ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വന്നേ. 2 കൊച്ചു പിള്ളേർ, പാവം. ആമേൻ. ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന 2 കൂടപ്പിറപ്പുകൾ. ആമേൻ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ സങ്കടം ഇതാണ്, അവരുടെ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട ഒരു കുഞ്ഞമ്മ, അവരുടെ ഒരു കുഞ്ഞമ്മ. ആമേൻ. അവർ ഈ മന്ത്രവാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചൊരാളും കൂടെയാണ്. അപ്പോൾ ഇവർക്ക് കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവർക്കൊരു പേപ്പർ കിട്ടി. ഈ കൊച്ചിനെ കിട്ടി. കൊച്ചെടുത്ത് പേപ്പർ വായിച്ച് നോക്കിയപ്പോൾ കുറച്ച് മന്ത്രം എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഈ 2 കൂടപ്പിറപ്പുകളുടെയും പേര് എഴുതി ചേർത്ത് അവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആമേൻ. ഈ കൊച്ചുങ്ങൾക്ക് പേടിയായി. പിള്ളേർ അതോടുകൂടി അവിടുത്തെ ബന്ധം അങ്ങ് വിട്ടു. പക്ഷേ ഈ സാധനം ഇവരെ വിട്ടില്ല. ചില നാളുകളായി ആ മകൻ ഒരു അസ്വസ്ഥതയാൽ പിടിപെട്ട്, വർഷങ്ങളായി അസ്വസ്ഥതയാൽ പിടിപെട്ട്, എന്നവന് 20 വയസ്സുണ്ട്. 20 വർഷവും അവൻ്റെ 10ാം ക്ലാസ് ഫുൾ A+ മേടിച്ചവനാണ്. പക്ഷേ ഇപ്പോൾ അവൻ്റെ പ്രശ്നം മരണഭയം, മരിക്കും. അവൻ പറയുന്നത്, ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ മരിക്കും. ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ മരിക്കും. ഇതാണ് അവൻ്റെ മരണഭയം. അവനെന്തോ അസ്വസ്ഥതകളുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു, എടാ അതൊക്കെ അസുഖമാവുന്നതൊക്കെ പാടാ. പക്ഷേ ഇന്നവൻ അസുഖമില്ല. ആമേൻ. അവൻ്റെ കിഡ്നിക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ശരീരത്തിൽ അപ്പോഴപ്പോഴും നീര് വെളിപ്പെടും. പക്ഷേ അങ്ങനെ മരണഭയം വന്നതുകൊണ്ട് അവൻ പഠിപ്പ് നിർത്തി ചുമ്മാ വീട്ടിലിരുന്ന് കറക്കമാണ്. അവൻ്റെ സഹോദരിക്കും അത് തന്നെയാണ് വിഷയം. ഡിഗ്രിക്ക് പഠിക്കുന്നു, പക്ഷേ പഠിക്കാൻ പറ്റുന്നില്ല. ബുക്ക് എടുക്കുമ്പോൾ തലപ്പെരുപ്പും തലവേദനയും. ആമേൻ. ഈ കാര്യങ്ങളെല്ലാം ആമേൻ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇവർ അങ്ങനെ അവർ ചർച്ചയിലൊന്നും പോകുന്ന ആൾക്കാരൊന്നുമല്ല. ആമേൻ. അവരെല്ലാം അക്രൈസ്തവരാണ്. അവരുടെ കുടുംബം എല്ലാം അങ്ങനെ ഉള്ളവരാണ്. മന്ത്രവാദികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടീമുമായിട്ടൊക്കെ നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് നിങ്ങൾ വല്ല
പള്ളിയിലും പോകും. അങ്ങനെ അവർ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ളൊരു പള്ളിയിൽ പോയി. പക്ഷേ എന്നിട്ടൊരു വലിയ വിടുതലൊന്നുമില്ല. ഇച്ചിരി ഒരു ആശ്വാസം പോലെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1-2 മാസത്തിന് മുൻപ് ചെറിയ അസ്വസ്ഥതകൾ ആ മകന് വന്നപ്പോൾ അവനെയും വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു. വന്നു കഴിഞ്ഞ അന്ന് മുതൽ കർത്താവ് അവനെ തൊട്ടു. അന്ന് മുതൽ അവൻ്റെ നീര് മാറി, പ്രശ്നം മാറി, പ്രയാസം മാറി, ഭാരം മാറി, ഒക്കെ മാറി. പക്ഷേ ഇപ്പോഴും അവനൊരു ഭയമുണ്ട്, മരണഭയം. അവൻ മരിക്കും, ഞാനിനി മരിക്കും, എന്തിനാണ് പഠിക്കുന്നത്? ഇതാണ് അവൻ്റെ ചോദ്യം. ഇന്നും വന്നിട്ട് ആ ചോദ്യമായിരുന്നു എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വിളിച്ചിരുത്തി, ഫാമിലി, അവരുടെ കുടുംബത്തെ പ്രിയപ്പെട്ടവരൊക്കെ വരാൻ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ പറഞ്ഞ വിഷയമാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരെഴുതി മന്ത്രം ജപിച്ച് 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 ഞങ്ങളുടെ ഗതി ഇല്ലാതാക്കി വെച്ചേക്കുക. ഞാൻ ഇന്ന് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മകളിൽ ആ ഒരു ശക്തി വെളിപ്പെട്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിൻ്റെ ആവശ്യം, എന്തിനാ നീ വന്നേ? അന്നേരം പറഞ്ഞ ഒറ്റ മറുപടി, ഈ കുടുംബത്തെ ഞാൻ നശിപ്പിക്കും, ഈ പിള്ളേരെ ഞാൻ നശിപ്പിക്കും. ആമേൻ. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ആ കൂടപ്പുറപ്പിന് മനസ്സിലായി, ഇത് എഴുതി വെച്ച് ചൊല്ലിയ മന്ത്രം ഞങ്ങളെ പിടിച്ചിരിക്കുവാണ്, ഞങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ ഞങ്ങളെ തകർത്തിരിക്കുക. ഒത്തിരി അവിടെ കിടന്ന് ആക്രോശിച്ചു, ഒത്തിരി അവിടെ കിടന്ന് പറഞ്ഞു ഞാൻ പോകത്തില്ലെന്നൊക്കെ വെല്ലുവിളിച്ചു. അറ്റ്ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നീ എവിടെ നിന്ന് വന്നതാണെങ്കിലും നീ നിൻ്റെ അഡ്രസ്സൊക്കെ ഒന്ന് ഞാനൊന്ന്. അന്നേരം പറയും, ഞാൻ ഒന്നും പറയത്തില്ല, പക്ഷെ ഞാൻ കൊല്ലും. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ മുമ്പിൽ അതൊന്നും പറയത്തില്ല എന്ന് അത് പറഞ്ഞെങ്കിൽ അതാരെയോ പേടിക്കുന്നു. ശരിയല്ലേ? നമ്മൾ ഒരു കാര്യം അത് പറയാത്തില്ല എന്ന് നമ്മൾ ഭയക്കുന്നെങ്കിൽ എന്തിനെയോ നമ്മൾ പേടിക്കുന്നു. അപ്പം ഞാൻ ആ സാത്താനോട് ചോദിച്ചു, നിനക്ക് പേടിയാണല്ലേ? അപ്പോൾ പറഞ്ഞു പേടിയാണെങ്കിൽ പിന്നെ എന്തിനാ കയറി ഇരിക്കുന്നേ? ഞാൻ പറഞ്ഞു, നീ പേടിക്കാൻ, നീ ഒന്നുകിൽ ഇന്ന് പറയണം, അല്ലെങ്കിൽ നീ ഇപ്പം ഇറങ്ങി പോകണം. അറ്റ് ലാസ്റ്റ് ഒരു അരമണിക്കൂർ നേരം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ ശക്തി ആ മകളുടെ ശരീരത്തിൽ നിന്നും, ആ മകൻ്റെ ജീവിതത്തിൽ നിന്നും ഇട്ടേക്കുന്ന രോഗങ്ങളും മന്ത്രവാദത്തിൻ്റെ സ്പിരിറ്റുകളും അടക്കം 2 ശക്തികളുണ്ടെന്ന് പറഞ്ഞു. അത് രണ്ടും ആ ചർച്ചിൽ വന്ന് അടിച്ച് പറഞ്ഞ് ഇനി ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവർ സ്വാതന്ത്ര്യമായി. ഞാൻ നിങ്ങളോട് പറയാം, മന്ത്രവാദത്തിന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പിള്ളേരും പറയും, അയ്യോ മന്ത്രം ജപിച്ച് 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 ഞങ്ങളുടെ പേര് പേപ്പറിൽ എഴുതി വെച്ച് ഒരു പ്രിയപ്പെട്ടവൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉരുവിട്ടത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം തകർന്നു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, തകർന്നതിനെ കർത്താവ് തിരിച്ച് തരികയാണ്. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി അവനേക്കാൾ വലുത്, മന്ത്രവാദങ്ങളെക്കാൾ വലുത്, ആഭിചാരങ്ങളെക്കാൾ വലുത് എന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, അതിനേക്കാൾ വലുതാണ് യേശുവിൻ്റെ ശക്തി. ഹല്ലേലൂയ. ആമേൻ. അതിനേക്കാൾ വലുത്. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയയോടെ പറഞ്ഞു. അപ്പം മോശ ഇത് കണ്ടു. മോശ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട, ഇത്രയും ശക്തി ഉണ്ടായിരുന്നു മന്ത്രവാദത്തിന്? ഇല്ല എന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട. പക്ഷെ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മന്ത്രവാദത്തിൻ്റെ ശക്തി എൻ്റെ മുമ്പിൽ വെളിപ്പെട്ട ഇവിടെ അടിച്ചു പറഞ്ഞ് കീഴടങ്ങിയെങ്കിൽ ആ മകനോട് ഞാൻ പറഞ്ഞു, ഇനി മരണഭയം വേണ്ട, ഇനി മരിക്കുമെന്ന് നീ പറയരുത്. എടാ, ആ പറഞ്ഞു നിന്നവനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഓടിച്ചു എങ്കിൽ മന്ത്രത്തിനല്ല ശക്തി, നമ്മുടെ യേശുവിൻ്റെ നാമത്തിനാണ് ശക്തി. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, ഈ നാമത്തിന് മരണഭാഷങ്ങളെ അഴിക്കാനുള്ള ശക്തിയുണ്ട്. ഈ നാമത്തിന് മരണഭാഷങ്ങളെ തകർക്കാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. അപ്പം മന്ത്രവാദത്തിന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മോശയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായേ, ഈ പറവന്മാർ ചെറിയ പുള്ളിയൊന്നുമല്ല, മന്ത്രത്തിനും ആഭിചാരത്തിനും ശുദ്രം ചെയ്യുന്നവർക്കൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ മോശയോട് ദൈവം പറഞ്ഞു, പേടിക്കേണ്ട മോശേ, അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്ന് ഞാൻ നിന്നിലൂടെ ചെയ്യാൻ പോവുകയാണ്. അതാണ് ദൈവമക്കളുടെ പണി. ഹല്ലേലൂയ. എടാ, അവർക്ക് ചെയ്തു വിടാൻ അറിയാം, പക്ഷെ തീർക്കാൻ അറിയത്തില്ല. അത് മോശയെ പോലുള്ളവരുടെ കൈ ദൈവം ഏൽപ്പിക്കും. അവർ ചെയ്തു വിടും, പലതും തീർക്കുന്നതും ഒഴിക്കുന്നതും ഒക്കെ ദൈവമക്കളാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, കാലങ്ങളും പതിറ്റാണ്ടുകളുമായി നൂറ്റാണ്ടുകളുമായി കുടുംബങ്ങൾക്കകത്ത് നിലയുറപ്പിച്ച പലതും 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 അവരുടെ കൈയാൽ തീരുകയില്ല. ഇനി ഇത് തീരുന്നത് അഭിഷിക്തന്മാരുടെ കയ്യിൽ, കർത്താവ് അധികാരം കൊടുത്തവന്റെ കയ്യിൽ.
വൈശസ്യ റിവൽകമന ഘടക ശന്തൽ പ്രൗഢിമിനി ഘടകസേ സ്വർഗ്ഗമത് തീർക്കും. ഹല്ലേലൂയ, ആമേൻ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. അല്ലേ? അപ്പോൾ ബൈബിള് പറയുവാണ്, ആമേൻ, ഈ മോശ ഈ പരിപാടി എടുത്ത് ദൈവം പറഞ്ഞിട്ട് ഇത് തീർക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല, ഇത് തീർക്കാൻ നിന്നെ കൊണ്ടേ പറ്റൂ. നീ ആ പാമ്പിൻ്റെ വാലെ പിടിച്ചു നോക്ക്, ഈ പരിപാടി തീരാൻ പോവുക. ഹല്ലേലൂയ. ചില പാമ്പ് അതോടെ തീരും, അല്ലേ? വാലയെ പിടിക്കാൻ കരുത്തുള്ള അഭിഷിക്തന്മാർ ഉണ്ടാകട്ടെ. ഇതിനകത്തും പാമ്പെന്ന് കാണുമ്പോൾ ഓടുന്ന അഭിഷിക്തനെ അല്ല ദൈവത്തിന് ആവശ്യം, അതിനെ ചവിട്ടുന്ന അഭിഷിക്തൻ, അതിൻ്റെ മേൽ കാല് വയ്ക്കുന്നൊരു തലമുറ. യെസ്, ഇന്ന് പകരം സ്വർഗം ആഗ്രഹിക്കുന്നു അതിനെ ജയിക്കുന്ന കമാൻ വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഒരു അതോറിറ്റി. വൗ, യെസ് 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 യെസ്, റിസീവ് ദ ഫയർ ഓഫ് ഗോഡ്. Shaba baba baraka balaka masiyamthana rakshas kathariya labasi deri riba kshamana gadaga shandal proudimini gadaga rakshas kamana gadaga shandal kamana gadaga se adinullu raposh abhishekathe parishuddhatmavu kaivaranu. Oh Holy Spirit, അത് വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് നൽകും, അത് വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവ് നൽകും. ഇന്ന് പ്രഭാതത്തിൽ രാവിലെ ഞാനൊരു വീട്ടിൽ പോയി. ആമേൻ. എൻ്റെ അവിടെ പ്രിയപ്പെട്ട വിജയൻ ബ്രദർ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഞാൻ വളരെ സാവധാനം നിന്ന് പൈശാചികരിടുന്ന പരീക്ഷകളെക്കുറിച്ച് പ്രസംഗിക്കുക. പരീക്ഷയുടെ അവസാനം എത്തിയപ്പോൾ ഈ മാതാവ് ഇരുന്ന് കരയാൻ തുടങ്ങി. മാതാവ് പിടിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതുവരെയൊന്നും വെളിപ്പെടാതെ ബലഹീനപ്പെടുത്തി കുറേ വർഷങ്ങളായവരെ ദണ്ഡിപ്പിച്ച ശക്തി പുറത്തു വന്നു. ഞാൻ ആ ശക്തിയോട് ചോദിച്ചു, എത്ര നാളായി ഇവിടെ പാർക്കാൻ തുടങ്ങി? അവർ പറഞ്ഞു, ഇവിടെ പാർത്ത നാൾ മുതൽ ഓടിക്കാൻ നോക്കുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര നാളായി പാർപ്പാൻ തുടങ്ങിയിട്ട്? പറഞ്ഞ മറുപടി 30 വർഷമായി. അന്നേരം എനിക്ക് മനസ്സിലായി 30 വർഷമായി പിടിക്കപ്പെട്ടിരിക്കുന്ന ശക്തി. പക്ഷേ ഇന്ന് ലാസ്റ്റ് ഒരു മണിക്കൂറോളം അവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിച്ച് പറഞ്ഞു, ഞാൻ പോണം. 30 വർഷം കൊണ്ട് പല കൈകളാലും പല കാശ് കൊടുത്തും ചെയ്തു വിട്ട ഈ കുടുംബത്തെ ഓടിക്കാൻ ശ്രമിച്ച ശക്തി ഇന്ന് 2024 ഈ മാർച്ച് മാസം ഇന്ന് പകല് അവർ പറഞ്ഞു ഇനി ഞാൻ വരുന്നില്ല, ഞാൻ എല്ലാം വിട്ടിട്ട് ഞാനിതാ പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ മാതാവ് എഴുന്നേറ്റ് ഇതുപോലൊരു കസേരയിലിരുന്നിട്ട് മാധവൻ്റെ മുഖത്തൊരു ഭയങ്കര ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞ വാക്ക്, എൻ്റെ കയ്യിൽ നിന്ന് പോയി, കാലിൽ നിന്ന് പോയി, എൻ്റെ ശരീരത്തിൽ നിന്നെല്ലാം പോയി പാസ്റ്ററെ. എന്തുമാത്രം ഭാരം ചുമന്നുകൊണ്ടിരുന്നൊരു മാതാവെന്നറിയാവോ അത്? പക്ഷേ ഈ 30 വർഷം കൊണ്ട് തന്നെ അടക്കി കെട്ടിയിരുന്നത് തൻ്റെ ശരീരത്തിൽ നിന്ന് പോയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ആമേൻ, അവനേക്കാൾ അധികാരം കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവ് നൽകുന്ന അധികാരം ഈ ദിവസങ്ങളിൽ ചലിക്കട്ടെ. ഓ അത് ചലിക്കും. അതോറിറ്റി ഇതിനകത്തുണ്ട്. ഐ നോ ദാറ്റ്. എനിക്കറിയാം. അഭിഷേകമുള്ളവരുണ്ട്, അഭിഷേകത്തിൽ നിൽക്കുന്നവരുണ്ട്. ആമേൻ. നീ പറഞ്ഞാൽ ചിലത് ഓടുമെന്ന്. നീ പറഞ്ഞാൽ 30 വർഷവും 50 വർഷമൊക്കെ ആമേൻ അടിമപ്പെട്ട് കിടക്കുന്ന, അടിമപ്പെടുത്തി വച്ചേക്കുന്ന ചിലതിന് നിൽക്കാൻ പറ്റത്തില്ല. ചിലത് ദേശം തന്നെ വിട്ടുപോകും. ഇപ്പം മോശയ്ക്ക് ദൈവം തെളിയിച്ചു കൊടുക്കുവാണ്, എടാ അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനമല്ല നിൻ്റെ കയ്യിലിരിക്കുന്നത്. ഇന്ന് അതിനാ നിന്നെ ചിലതിൻ്റെ ഇടയിൽ നിർത്തുന്നത്. ഒരു ദൂത് പോലെ എൻ്റെ ഇടയിൽ കയറി വന്നതുകൊണ്ട് പറയുക, ചില പാപചാരങ്ങളുടെയും ബന്ധനങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്നെ കയറ്റി നിർത്തിയത് എന്തിനാണെന്നറിയാമോ? അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനമല്ല ദൈവം നിന്റെ അകത്ത് പകർന്നിരിക്കുന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയാ. അത് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകലിൽ സ്വീകരിച്ചോ ഈ ദൈവശക്തി.
ചിലതിൻ്റെ ഇടയിൽ ദൈവം നിന്നെ കയറ്റി നിർത്തിയതാ. ഓ, അവന്റെ കരത്തിൽ ഇരിക്കുന്നതല്ല, നിന്റെ കയ്യിൽ തന്നിരിക്കുന്നതെന്ന് ദേശത്ത് തെളിയിക്കാൻ. തെളിയും തെളിയും തെളിയും. ഈ മാർച്ച് മാസം പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ നൈറ്റിൽ ചിലതിനോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. വെറുതെ അല്ലെന്ന്, നിന്നിലൂടെ തെളിയാൻ പോവുക, തെളിയാൻ പോവുക, തെളിയാൻ പോവുക. Come on, receive the holy power. Power, power. Shaba baba raka baba shata raka manase. Yes, 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 yes. നാണം കെടാനല്ല നിന്നെ വിളിച്ചു നിർത്തിയത്. അവൻ തോറ്റ് സമ്മതിച്ച് പിന്മാറാനല്ല ഫറവോന്റെ കൊട്ടാരത്തിൽ നിർത്തിയത്. അവന്റെ കയ്യിലില്ലാത്തൊരു ദൈവശക്തി, അവന് പിടികിട്ടാത്തൊരു മഹത്വം ചുമക്കുന്ന ചില മോശമാരെ സ്വർഗ്ഗം കാണട്ടെ. Receive the power. Yes, 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 yes. അത് തെളിയിക്കാൻ സമയമായി. നിന്നിൽ തെളിയാൻ പോവുക, നിന്നിൽ തെളിയാൻ പോവുക. രക്ഷസ് കബരി യംധനം ജനാധര റീമൽ പ്രൗഢിമിനി ഘടക റഗൽ കമന ഘടക ശന്തൽ കമന ഘടകസെ യേശുവിൻ നാമം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, പലർക്കും ഒരു ഡൗട്ട്, അഭിഷേകമുള്ള നീ എന്തിനാ ഇപ്പോഴും മന്ത്രവാദികളുടെ ഇടയിൽ പാർക്കുന്നേ? അനൂപ ബ്രദറെ, അഭിഷേകമൊക്കെ ഉള്ള നീ എന്തിനാ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ കിടക്കുന്നത്? തമ്പുരാൻ പറയാം, അവർക്ക് തെളിയിക്കാനുണ്ട്. അവരുടെ നടുവിൽ നിന്നെ തെളിയിക്കാൻ പോവുക ദൈവം. ഇന്നീ വാക്കിനെ സ്വീകരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുവാണ്, ലജ്ജിതനാകാനല്ലെന്ന്, പിന്നെ അവരുടെ നടുവിൽ അവരുടെ കയ്യിലിരിക്കുന്ന സാധനമല്ല നിന്റെ മേൽ പകർന്നിരിക്കുന്നതെന്ന് സ്വർഗം തെളിയിക്കാൻ. യെസ്, receive the fire. Come on, തീരടുക. അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി നിങ്ങളിൽ സംഭവിക്കുന്നു, സംഭവിക്കുന്നു. Come on, സംഭവിക്കുന്നു. Receive the power. Juda raka balla vase rakshas katha ribi yamthana rimal proudi birigatago rakshas kabari yamthana rimal proude riyamthana riba kshamanagadaga shandal kamanagadaga se യേശുവിന്റെ നാമത്താൽ ജയം. Oh, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. അഭിഷേകമുള്ള മോശമാരോട് കർത്താവിന് പറയാനുണ്ട്, ചുമ്മാതല്ലടാ നിന്നെ ഫറവോന്റെ ഇടയിൽ ഞാൻ നിർത്തിയത്. അവൻ കാലങ്ങളായി 430 വർഷമായി പടുത്തുയർത്തിയ മന്ത്രവാദത്തിൻ്റെ സ്പിരിറ്റുകളെക്കാൾ വലിയൊരു സാധനം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഫറവോൻ തിരിച്ചറിയണം. ഹല്ലേലൂയ, തിരിച്ചറിയണം. നിങ്ങളുടെ ചോദ്യങ്ങളുടെ മറുപടിയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ചിലയിടത്ത് തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിനൊരു റെപ്രസെൻറ്റേറ്റീവ് വേണമല്ലോ, ദൈവത്തിനൊരാളെ വേണമല്ലോ. എന്തിനുള്ളയാളെ? അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തെക്കാൾ വെറൈറ്റിയായ ഒന്ന് സ്വർഗം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ മുമ്പിൽ തെളിയിക്കാനാ വിക്കനായവനെ ദൈവം നിർത്തിയതെങ്കിൽ ബലഹീനനായ നിന്നെ സ്വർഗം പറയുന്നു, ബലഹീനനായ ആത്മമണ്ഡലം തുറക്കുന്നു, ഇതിനകത്തെ സാന്നിധ്യം വെളിപ്പെടുക. യേശുവിന്റെ മഹത്വം തൊടുക, മഹത്വം തൊടുക. ദൈവശക്തിയുടെ വലിയ വ്യാപാരത്തെ ഇന്ന് പകല് നിന്റെ മേൽ പകരട്ടെ. Rabba Shandal Kamanagadaga Rathonia Rakshas Kamanagadaga Shaida Proudi Birigadaga Raganthanam. In Jesus' name. Hallelujah. ചുമ്മാ നിർത്തിക്കുകയല്ല, ചുമ്മാ നിർത്തിക്കുകയല്ല, ചുമ്മാ നിർത്തിക്കുകയല്ല. അവൻ വിടുന്ന പാമ്പിനെ വിഴുങ്ങാൻ കരുത്തുള്ള മോശ. അയ്യോ, ആ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്കൊരു ആശ്ചര്യം തോന്നുവാണ്. എടാ, അവൻ അയക്കുന്ന സർപ്പങ്ങളെ പിടിക്കാൻ കഴിവുള്ളൊരു അഭിഷിക്തനായി. ഓടുന്ന അഭിഷിക്തനല്ല, അവൻ അയക്കുന്നതിനെ വിഴുങ്ങാൻ. യെസ് യെസ് യെസ്
ഈ രാത്രി ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് നിങ്ങളുടെ മേൽ വീഴുക. ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് നിന്റെ മേൽ വീഴുക, വീഴുക, വീഴുക. Come on, ഇന്ന് രാത്രി പ്രാപിച്ചോ. Receive the power, power, power. ഓ രാഖബാസേ രാക്ഷസ് കഥാരിബിയ യേശുവിന്റെ നാമത്തിൽ receive the power. ഓ ഹോ 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 power. കഥട മകത്വം തൊടുക. അസാധാരണ ദൈവശക്തി ഇതിനകത്തേക്ക് വ്യാപരിക്കുക, വ്യാപരിക്കുക. അഭിഷേകം തല മുതൽ കാല് വരെ ഓ ഇതിനകത്തേക്ക് കൈമാറട്ടെ. ഒരു അതോറിറ്റിയുടെ ശക്തി. ഓ ഓ ഓ ഫയർ. Yes, 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 yes. പ്രാപിക്കാൻ കഴിയുന്ന ദൈവജനം പ്രാപിച്ചോ. ഇന്ന് രാത്രി എന്തോ പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിങ്ങളിൽ ചലിക്കുന്നു. ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്. റീബക്ഷമനഘടക അത്യുന റഗൽ കമനഘടകസേ വൈഷസ് പ്രൗഢിബിരിഘടക രംധോനിയ റീമൽ കമനഘടകസേ. യെസ് യെസ്, അവൻ അയക്കുന്നതിന് വിഴുങ്ങാൻ. ഓ ഓ ഓ ഓ Yes, 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 yes. അവൻ അയക്കുന്നതിന് വിഴുങ്ങാൻ. ഓ അതിന്റെ പൊടി പോലും ബാലൻസ് ഇല്ലാതെ ചിലതിനെ ഒതുക്കാൻ. ഓ ഹോളി ഫയർ. ചൂടബാലവ വക്ഷസ് പ്രൗഢിബിരി ഘടകം അന്തൽ കമനഘടക ശന്തരാധിയാന വൈഡം ജനാധര റീഗക്ഷമന ഘടകസി അത്യുന റഗൽ കമന ഘടക ശന്തൽ പ്രൗഢിബിരി യംഥനിയ റീമ ലബസേ ധേരി റീബക്ഷമന ഘടക ശന്തൽ കമന ഘടകസി. ഹല്ലേലൂയ. Glory, glory, mighty name of Jesus. Rikalama shikiriyamthiniya Riga Shamanagadaga Shaidal Proudibigatagam Achas Kabaragadaga Rantonia Riba Lakama Ratonia Riba Shamanagadaga Shaidal Proudibigatagam Juda Lakamana Randa Rakamana Sheke Riba Shamanagadaga Shandal Kamanagadagasi. Mighty name of Jesus. Adidakima Deivatma Parayuന്നു. ചിലത് അതിശക്തന്മാരെ പുറത്തിറക്കുമ്പോൾ അതിനെ പിടിച്ചെടുക്കാൻ അതിനേക്കാൾ ശക്തിയുള്ള ചില അഭിഷിക്തന്മാരെ ഈ രാത്രി സ്വർഗം പുറത്തിറക്കട്ടെ. കരുത്തുറ്റന്മാരെന്ന് പറയുന്ന നാഗശക്തികൾ വെളിപ്പെടുമ്പോഴും അതിന്റെ തലക്ക് ചവിട്ടാൻ കരുത്തുള്ള അഭിഷേകമുള്ള തലമുറ. Holy Spirit, Rakabarabashiki Ralmashanduri Kamana Barabarabasiathana Rachas Kadheri Amthane. Hallelujah. Hallelujah. Mighty name of Jesus. Holy Spirit, Holy Spirit, Holy Spirit. Mighty name of Jesus. ശക്തമായി ദൈവാത്മാ പറയുന്നു. ഞാൻ പെസഹയിലേക്ക് കയറാൻ കേട്ടോ. എന്തോ ഞാനതിനിടയ്ക്ക് കൂടെ കയറി വന്നപ്പോൾ ഇങ്ങനെ പോവുക. പോട്ടെ. പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ, മോശയെ ദൈവം കൊണ്ട് നിർത്തിയത് എടാ പേടിക്കാനല്ല, അതിനകത്ത് നീ അറിയേണ്ട ചില വസ്തുതകളുണ്ട്. ആമേൻ. 430 വർഷം വലുതെന്ന് പറഞ്ഞ ചില നാഗങ്ങൾ അതിനകത്തുണ്ട്. നിന്നെ ഞാൻ അതിനകത്ത് നിർത്തുന്ന തോക്കാനല്ല, പലർക്കും കഴിയാത്തതിനെ വാലെ പിടിച്ചു പൊക്കാനാ. വാലെ പിടിച്ചു പൊക്കാനാ. വാലെ പിടിച്ചു പൊക്കാനാ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കൈമാറട്ടെ. ദൈവശക്തിയുടെ വലിയ പരിവർത്തനങ്ങൾ നിന്നിൽ സംഭവിച്ചാൽ നിനക്കെതിരെ ചെയ്തവർ കാണെ, നിനക്കെതിരെ അവൻ നിരൂപിച്ചവർ കാണെ, നിനക്കെതിരെ പറഞ്ഞവർ കാണെ, ആഭിചാരങ്ങളും മന്ത്രങ്ങളും അയച്ചവർ കാണെ, നീ ചിലതിനെ വിഴുങ്ങുന്ന, നീ ചിലതിനെ തോൽപ്പിക്കുന്ന, നീ ചിലതിനെ പരാജയപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടി സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കട്ടെ. Holy
Akabaraba Shekiri Anthenia Rimana Shikini Regal Kamanagadaga Shandaradia Rabal Kamanagadaga Shandal Prodibirigadaga Rachas Kabanagadagas. Mighty, mighty, mighty name of Jesus. Atmava Shaktamai the Nagata Ningloda Paria. There is special prayer at the Gutiko. Yendo Ninakuveti the Ivatma Parino. Either any Karnata the special Adeva Nindemel Kaimaranada. Either any Anipavik at the special emotion Nindemel Kaimarina. Karabin, Amen, Amen, Horeb in the Chuvatil. Nikanata Wonna. Amen, Paravonda Kotaratil, Velipadandu Gayana. On the Godan Kairi Parayam. Pratanamril Murangal Madakita Kanata Chilada. Shatrakaluda Munbil, Ni Yernet to Nikambo. Yenda Daivam, oh, Ninakuvendi. Turakambogayana. Yes, 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 yes. വിശ്വസിക്കുന്നവന്റെ മേൽ ഈ ദൈവശക്തിയുടെ പരിവർത്തനത്തെ പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. Glory, 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 glory. Ralma Shalva Rata Rakamana Securiantenia. ഞാനിത് പറയുമ്പോൾ തന്നെ ഈ ഒരൊറ്റ പോർഷനകത്തുന്ന അധികാരത്തിൻ്റെ ഹാൻഡ് ഓവർ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ ഹാൻഡ് ഓവർ, ഒരു അതോറിറ്റിയുടെ ഹാൻഡ് ഓവർ. എന്തോ ദേശങ്ങളെ അടക്കി ഭരിക്കുന്ന നാഗശക്തികളുടെ മേൽ, സർപ്പശക്തികളുടെ മേൽ ഒരധികാരത്തിൻ്റെ കൈമാറ്റം ഈ രാത്രിയിൽ വിശ്വസിക്കുന്ന ചിലതിൻ്റെ മേൽ. ഓ പിടിച്ചോ, കഥട 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 കഥട. ഓ തൊടുക 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 തൊടുക. അഭിഷേകം ഒരു തീയായി തീയായി. ഓ ഓ ഓ ഓ തീയായി. Shalma Ralma Raka Baba Sharatara Tarabase Ribana Shekeriate Ribal Kamanagadaga Shantenia Rachas Kataribi Antenia Rimal Kamanagadaga Rantonia Ribal Shamanagadaga Atmasanityathinte വലിയ പകർച്ചകൾ ഇന്ന് രാത്രി സംഭവിക്കുന്നു. ഇന്ന് രാത്രി സംഭവിക്കുന്നു. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Roll bose rithi Rikamana Bashikiri Antenia. In mighty name of Jesus. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Riba Lahamasi Antenia. Rachas Katharibi Antana. Rimal Kamanagadaga Shandal Kamanagadagassi. In the name of Jesus. ശക്തമായി ദൈവാത്മാവ് പറയുന്നു. ആമേൻ. അങ്ങനെയുള്ള മോശമാരെ ദൈവത്തിന് വേണം. അങ്ങനെയുള്ള മോശമാരെ ദൈവത്തിന് വേണം. മന്ത്രവാദിക്ക് ചെയ്യാൻ പറ്റാത്തത്, അവർക്ക് തിരിച്ചൊതുക്കാൻ കഴിയാത്തതിനെയും ആമേൻ ചവിട്ടി ഒതുക്കുന്ന അഭിഷേകമുള്ള മോശ, അഭിഷേകമുള്ള മോശ, ശക്തിയുള്ള മോശ, ആ കൃപയുള്ള മോശ. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. Come on, come on, come on. ഈ മോശയെ ഫറവോൻ്റെ അടുത്തേക്ക് ദൈവം അയച്ച്, ഫറവോൻ്റെ അടുത്തേക്ക് ദൈവം മോശയെ അയക്കുമ്പോൾ ചെന്നേച്ച് പാമ്പിനെ കാണിച്ചു, പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ച് പുള്ളി തിരിച്ച് പാമ്പുകളെ കാണിച്ച് പേടിപ്പിച്ചു. ഈ പാമ്പുകളെ കാണിച്ച് പേടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ മോശ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. ദൈവം പറഞ്ഞു നിൽക്കട അവിടെ, അവന്മാർ വടിയിട്ട് പാമ്പായി കാണും, പക്ഷെ നീ പാമ്പിനെ വടിയാക്കുന്നത് അവന്മാർക്ക് അറിയത്തില്ല. തിരിച്ചു പിടിച്ചു. ആരും ചെയ്യാത്തൊരു അത്ഭുതം മോശ ചെയ്തു. എന്നിട്ടും ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ട് തന്നെ ഇരിക്കുക. കഠിനപ്പെട്ടു. ഹല്ലേലൂയ. ഈ പെസഹയിലേക്ക് വരാൻ സത്യം പറഞ്ഞാൽ ഇപ്പം താല്പര്യം തോന്നുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് മോശയുടെ സംഭവത്തിൽ തന്നെ കീറി നിന്ന മതിയായിരുന്നു. ഞാൻ പറഞ്ഞാവെന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കുന്നൊന്നും ശരിയല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ പോട്ടെ, അത് പോട്ടെ. ഇനി എന്നാലും വരുവാണെങ്കിൽ പിടിച്ചോണം, അത് അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പെസഹ പോലെ അങ്ങ് പോട്ടെ. അതെ, ഈ
മോശയെ കൊട്ടാരത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. ഈ അത്ഭുതം കണ്ടിട്ടുണ്ടെന്ന് ഫറവോൻ കുലുങ്ങൊന്നുമില്ല. ചിലതൊന്നും കണ്ടാൽ ചിലത് കുലുങ്ങത്തൊന്നുമില്ല. ആമേൻ. തമ്പുരാൻ കുലുങ്ങാത്തതിനെയും കുലുക്കും. നമ്മളതാ ഇന്ന് രാത്രി തിരിച്ചറിയേണ്ടത് കേട്ടോ. അടുത്ത തമ്പുരാൻ പറഞ്ഞിട്ട് നിൻ്റെ വടി എൻ്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഇട്ടില്ലല്ലോ. പാമ്പിനെ കണ്ടിട്ട് ഇട്ടില്ലല്ലോ. ഇല്ല, വടിയുണ്ട്. നീ നദിയിലൊന്ന് അടിച്ചു നോക്ക്. നദിയിലെ വെള്ളം രക്തമായി മാറി. ഒന്നിന് പുറകെ ബാധകൾ ഒന്നൊന്നായി വരാൻ തുടങ്ങി. രക്തമായി മാറിയപ്പോൾ മീനെല്ലാം ചത്തു പൊങ്ങി ഭയങ്കര സ്മെല്ലായി. അവസാനം കുളത്തിലും നാറ്റം, പുഴയിലും നാറ്റം, എല്ലായിടവും സ്മെല്ലായപ്പോൾ മോശയും അഹരോനെയും പ്രിയപ്പെട്ടവരെയും വിളിച്ചു പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ വെള്ളം പഴയതുപോലൊന്ന് റെഡിയാക്കിത്താ. നീ നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അത് അങ്ങനെയാണല്ലോ. വടി പാമ്പാക്കാനേ അറിയാവൂ, പാമ്പ് വടിയാക്കാൻ അറിയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു മോശ തവളയുണ്ടാക്കി അല്ലേ? വടിയെടുത്ത് അടിച്ചു, അത് തവളകൾ പൊങ്ങാൻ തുടങ്ങി. ഫറവോൻ പറഞ്ഞു, ഞാനും നോക്കട്ടെ. ഈ മന്ത്രവാദി വിളിച്ച് നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. സത്യം പറയുമല്ലോ, അവരടിച്ചപ്പോഴും തവള റെഡിയായി. ഇതിപ്പോൾ ആ തവളയും ഈ തവളയും കൂടെ ദേശം മൊത്തം തവളയാ. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും അടുക്കളയിൽ കയറുമ്പോൾ അവിടെയും തവള, ബെഡ്റൂമിൽ കയറുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുന്നു, ഇമാജിൻ ചെയ്ത് നോക്കും മക്കളെ. പേടിയുണ്ടോ തവളെ? പേടിയില്ല. സ്വത്രം. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ദൈവം അനുഗ്രഹിക്കട്ടെ. പേടിയുണ്ടോ തവള? ഇല്ല. ഫുട്ബോൾ കളിക്കും അല്ലേ നമ്മൾ കിട്ടിയ? ആമേൻ. അവിടെയും തവള, ഇവിടെയും തവള, ബെഡ്റൂമിൽ തവള, പിന്നെ സ്വസ്ഥമായിട്ട് കസേരയിൽ ഇരിക്കാൻ പോയി അവിടെയും തവള. ഹല്ലേലൂയ. നമുക്കൊരു ഇമ്മിഷ്ടം ഇത് കാണുമ്പോൾ. ഷൂസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊക്കിയെടുത്തെങ്കിൽ ദൂരെ എറിയും അല്ലേ? തവള. ഇതിപ്പോൾ മോശം ഉണ്ടാക്കിയത് പോയിട്ട് പിന്നെ ആരും കൂടെ ഉണ്ടാക്കിയിട്ടൊക്കെയാ? ഇപ്പം മന്ത്രവാദികളോട് പറഞ്ഞു, എടാ തിരിച്ചു പിടിച്ചു നോക്ക്. പുള്ളി പിന്നെ അടിക്കുന്നവർ ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അവസാനം മോശയെ വിളിച്ച് അഹരോനെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് ഈ സാധനത്തെ ഒന്ന് ഒഴിവാക്കി താടാ, ഞാൻ നിങ്ങളെ ആരാധിക്കാൻ വിടാം. ഹല്ലേലൂയ. ആരാധിക്കാൻ വിടാം. മോശ പ്രാർത്ഥിച്ചു, ദൈവമേ അവർ മാനസാന്തരപ്പെട്ടെന്നാണ് തോന്നുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. പ്രാർത്ഥിച്ചു, സ്റ്റോപ്പായി. ഈ സ്റ്റോപ്പായപ്പോൾ ചങ്കരം പിന്നെയും തെങ്ങിൻ്റെ മണ്ടയിലെന്ന് പറഞ്ഞ പോലെ ഈ ഫറവോൻ പറയുക, നീ പോടാ നിൻ്റെ പാട്ടിൽ, ഞാൻ നിങ്ങളെ വിടത്തൊന്നുമില്ല. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ചിലർക്ക് അങ്ങനെയാണ്. കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോവാ, ഞാൻ വരത്തൊന്നുമില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലാത്തതിനെ സ്തോത്രം. ഒഴിഞ്ഞ കസേരയിലുള്ള ആരെങ്കിലും അങ്ങനെയുള്ളവരാണോ? പറഞ്ഞു കൊടുക്കല്ലേ എന്ന്. ഹല്ലേലൂയ. അല്ലേ? കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഫറവോൻ്റെ പണിയാ. ഞാൻ വിടത്തൊന്നുമില്ല, എനിക്ക് ഇനി നിങ്ങൾ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വിടുന്നില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പുള്ളി പൊടിയേൽ അടിച്ചപ്പോൾ അത് പേനായി അല്ലേ? ഒന്നോ രണ്ടോ പേര് തലയിലിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ ചിന്തിച്ചു നോക്ക്. കൈ രണ്ടും മേലെ ആയിരിക്കും ഇങ്ങനെ. ഹല്ലേലൂയ. ഇപ്പോഴേ ചിലരൊക്കെ വയ്ക്കുകയാണ്, ഉണ്ടോ ഇല്ലേ? ഒരു ഓർമ്മ പോലെ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ മൊത്തം പേനായാലുള്ള ഗതി എന്ന് ആലോചിച്ച് നോക്ക്. ആകപ്പാടെ 10 വിരലുകൊണ്ട് 250 പേരും കാണും. എവിടെ കിട്ടി ചൊറിയും? ആമേൻ. ചൊറിഞ്ഞ് ഫറവോൻ ഊപ്പാട് വന്നപ്പോൾ പറഞ്ഞു മോശ, എങ്ങനെയെങ്കിലും എടാ ഷാമ്പൂ തേച്ചിട്ട് പോണില്ല, പിന്നെ എന്തൊക്കെയുണ്ട് തേക്കാൻ പറ. നിങ്ങളൊന്നും പറയില്ല. അതും ഇതൊന്നും തേച്ചിട്ട് ഈ സാധനം എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പിന്നെയും കൂടുന്നതല്ലാതെ പോകുന്നില്ല. അവസാനം മോശയെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നേ. പ്രാർത്ഥിച്ചാൽ ചിലത് പോകും, ഉറപ്പാ. ഹല്ലേലൂയ. നിങ്ങൾ നാളെ എണ്ണ കൊണ്ടുവരില്ലെന്ന് എനിക്കറിയാം. കാരണം കൊണ്ടുവന്ന് നിങ്ങൾക്ക് പേനുണ്ടെന്ന് ഞാൻ പിടിക്കുമല്ലോ. തമാശകൾ ഞാൻ അതിപോട്ടെ. അപ്പോൾ ഈ മോശ പ്രാർത്ഥിച്ചു, പേന് പോയി. അടുത്ത ബൈബിൾ പറയുന്നു അവൻ അടിച്ചു, ഹൃദയം കഠിനപ്പെട്ടപ്പോൾ പിന്നെയും ബാധ വന്നു. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി 10 ബാധ വരിക കേട്ടോ. അടുത്ത് പറഞ്ഞു, ഒറ്റ അടി അടിച്ചതേ ഉള്ളൂ, പൊടി പൊങ്ങി അവരുടെ ശരീരങ്ങളിൽ പരുക്കളായി മാറി അല്ലേ? ഈ പരു അങ്ങോട്ട് വ്രണങ്ങളായി അവിടെ നിന്ന് അഴുകിച്ചീഞ്ഞ് ഭയങ്കര വിഷയമായി. സത്യം പറഞ്ഞ മെഡിക്കൽ കോളേജെല്ലാം നിറഞ്ഞു. ഈ കോവിഡിൻ്റെ സീസൺ അറിയാമല്ലോ.
ഇതുപോലൊരു അടി പണ്ട് കൊടുത്തതാ. ഉള്ള വൈദ്യശാലയെല്ലാം നിറഞ്ഞു. ഈ പരുവിനെ ചികിത്സിക്കാൻ പാല് ചികിത്സിച്ചവന്മാർക്കും പരുവാ. ആമേൻ. ഈ വ്യാധി കൊണ്ടെല്ലാം ചത്തൊടുങ്ങിയപ്പം മോശയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാ, ഞാൻ ആരാധിക്കാൻ വിടാം, ഈ ഒന്ന് പ്രാർത്ഥിയിര്. എത്ര നാൾ കൊതിപ്പിക്കും പാസ്റ്ററെ? എത്ര നാൾ കൊതിപ്പിക്കും അഭിഷിക്തനെ? ആമേൻ. അഭിഷിക്തൻ പാവം. അഭിഷിക്തൻ കേട്ടിട്ട് ചിന്തിച്ചു, ശരി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ എന്തായാലും മാനസാന്തരപ്പെട്ടല്ലോ, പാവം ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നൊരു മേലെയുണ്ട്. ഹല്ലേലൂയ. പുള്ളി പ്രാർത്ഥിച്ചു, പിന്നെയും പരു പോയി, എല്ലാം പോയി, സംഗതിയൊക്കെ ഓക്കെ ആയി. തവള പോയി, പരു പോയി, പേന് പോയി, എല്ലാം പോയി. ഒന്നൊന്നാ ഇങ്ങനെ പോവുക, രക്ഷയില്ല. അടുത്ത് പറഞ്ഞു, ഞാൻ വിടത്തൊന്നുമില്ല. തമ്പുരാൻ പിന്നെയും പറഞ്ഞു, എടാ മോശെ, വടിയെടുത്തൊന്ന് വീശ്, അപ്പുറം ഇപ്പുറം കിടക്കുന്ന എല്ലാ വെട്ടുക്കിളി ഇങ്ങോട്ട് വരട്ടെ. വീശേണ്ട താമസം വെട്ടുക്കിളി വന്ന് ദേശത്തെ അങ്ങ് മൂടി, എല്ലാ പച്ചയും വെട്ടി. അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ അവസാനം പറഞ്ഞിടാ, ഈ ബാധയൊന്നും ഒഴിക്കാൻ വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിയില്ല. ഇനി ഞാനൊരു കാര്യം പറയാം, ഇപ്പം മന്ത്രവാദികളെ പുള്ളി വിളിയില്ല. കാര്യം എന്നാ? ഈ ഉണ്ടാക്കുന്നത് പോയിട്ട് നീ അവന്മാരെ കൂടെ ഉണ്ടാക്കിയിട്ട് ആര് തീക്കാനാ? ഹല്ലേലൂയ. ഇപ്പോൾ വിളിയില്ല. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. അവരെ കൊണ്ട് മാത്രമേ ഇത് പറ്റൂ. ആമേൻ. അറ്റ് ലാസ്റ്റ് ഈ വെട്ടക്കിളിയും പറഞ്ഞു വിട്ടു. പിന്നെയും പുള്ളി പഴയപടി, ഞാൻ വരത്തൊന്നുമില്ല, ഞാൻ വിടത്തൊന്നുമില്ല. അവസാനം തമ്പുരാൻ പറഞ്ഞു, ഇതൊന്നും പോരടാ, ചെറിയ പരിപാടിയൊന്നും പോരെ, വെട്ടുക്കിളി വന്നാൽ പോരെ, ഇനി തലയിൽ പറഞ്ഞ പോലെ 2 കല്ലേറ് കൊടുക്കണം. മോശ അടുത്ത വടിയെടുത്ത് അങ്ങോട്ട് ഉയർത്തിച്ച് പറഞ്ഞു, അടുത്തത് വരാൻ പോവുക. വന്നു കൽമഴ. കൽമഴ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ലല്ലേ? ഹല്ലേലൂയ. യൂട്യൂബിലൊക്കെ തപ്പി നോക്കിയാൽ കാണും. ഐസ് മഴ കണ്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് അത് മതി നമുക്ക്. ഐസ് വീഴുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? ഈ ഖനത്തിലൊക്കെയുള്ള ചെറിയ 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 ഐസ് കഷ്ണങ്ങൾ, ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പോലുള്ള ഐസ് കഷ്ണങ്ങൾ മഴ പെയ്യുമ്പോൾ വന്ന് താഴെ വീഴും. കണ്ടിട്ടുള്ളവർ സ്വത്രം പറ. കൈവയ്ക്കിയാൽ മതി, സ്വത്രം പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ട്. പിള്ളേരൊന്നും കണ്ടിട്ടില്ലേ? ഇത് എന്നെ പറഞ്ഞ മഴയത്ത് വെളിയിലിറങ്ങണമെന്ന്. ഇനി പനി പിടിച്ചോണ്ട് വരല്ല അടുത്ത്. ഇനിയിപ്പോൾ ഈ സീസണിൽ ചിലപ്പോൾ പെയ്യുമായിരിക്കും, അറിയത്തില്ല കേട്ടോ. സീസണെന്ന് ഓർമ്മയില്ല. ഒരുപാട് തവണ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഈ സാധനം. ആമേൻ. ചെറു സമയത്തും കിട്ടിയിട്ടുണ്ട്, വലുതായ ശേഷവും. ആമേൻ. ഞാൻ റോഡിൽ സഞ്ചരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇത് വീഴാറുണ്ട്. ആമേൻ. ഞാൻ ഒതുങ്ങി നിൽക്കുന്ന സമയത്തിൽ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുന്നേയും എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടി. ആമേൻ. അന്ന് ഞാൻ കാട്ടാക്കട വിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്തു. ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിറച്ച് ആമേൻ ഐസ് കട്ടകൾ വന്ന് വീഴുന്നതും ആമേൻ ചെതറിപ്പോകുന്നതും പെട്ടെന്ന് ഞങ്ങളൊക്കെ ഇതെടുത്തു. ഹല്ലേലൂയ. കിട്ടിയിട്ടില്ലല്ലേ? പ്രാർത്ഥിയില്ലേ, ദൈവം തരട്ടെ. അതിന് വേറൊന്ന് പേര് പറയുമല്ലോ, അത് തന്നെ ആലിപ്പഴം. ആമേൻ. അപ്പോൾ പോട്ടെ, അത് വേറെ. അപ്പോൾ ആലിപ്പഴം എന്ന് നമ്മൾ നാട്ടിൽ പറയും. ഇതുപോലെ ഇത് ഈ തറയിൽ വന്ന് വീഴുന്ന സാധനം നമ്മുടെ തലയിൽ വന്ന് വീഴുന്നാലോ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? കല്ല് തന്നെ അത് അവിടെ മുഴയ്ക്കും. ചിലപ്പോൾ വലിയ കല്ലാണെങ്കിൽ പൊട്ടിയൊന്നും ഇരിക്കും. ഹല്ലേലൂയ. കൽമഴ വന്നു, കൽമഴ. അപ്പോൾ ഫറവോനിപ്പം വെളിപ്പ് വന്ന വൃത്തിയില്ല. കാരണം വെളിപ്പ് ഇറങ്ങിയ തലയിൽ എന്ത് വീഴും? കല്ല് വീഴും, ഐസ് വീഴും. ആമേൻ. ആരാടാ കല്ലെറിഞ്ഞെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരുടെ തലയിലും വീണുകൊണ്ടിരിക്കുക. എല്ലാം വീട്ടിനകത്ത് ഒതുങ്ങി. അവസാനം വെളിയിറങ്ങാൻ ബുദ്ധിമുട്ടായപ്പോൾ പുള്ളി മോശയെ വിളിച്ചു വെച്ചിട്ട്, എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിയില്ല, എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തിത്താ, ഞാൻ നിങ്ങളെയൊക്കെ ആരാധിക്കാൻ വിടാം. ഹല്ലേലൂയ. കേട്ട് പാവം പാസ്റ്റർ വിശ്വസിച്ചിട്ട് പ്രാർത്ഥിച്ചു. കൽമഴ നിന്നപ്പോൾ പുള്ളി പറഞ്ഞു, പോടാ നിൻ്റെ പാട്ടിന്. ആമേൻ. ബാധ 1 മുതൽ 9 വരെ ആയപ്പോൾ ഫറവോൻ്റെ തൊഴിലിതാ. മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. മാറിക്കഴിഞ്ഞപ്പോൾ എന്നാ പറഞ്ഞു? ഞാൻ വിടത്തൊന്നുമില്ല, നീ നിൻ്റെ ജോലി നോക്ക. അപ്പോഴാണ് കർത്താവ് പറഞ്ഞു, ഇനി ഇങ്ങനെ ചുമ്മാ കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഇനി ഞാൻ ഒരു ബാധ കൂടെ അയക്കും. അതുകൊണ്ട് 9 പ്രാവശ്യം എന്നെ കളിപ്പിച്ചവൻ്റെ കളി തീരാൻ പോവുക. ഹല്ലേലൂയ. അവിടെ വേണം നമ്മുടെ പെസക സ്റ്റാർട്ടാകാൻ പോകുന്നത്. ഞാനത് പറയാനാണ് ഇവിടെ വരെ എത്തിയത്. ആമേൻ. 9 ബാധകൾ കഴിഞ്ഞു. 10ാമത്തെ ബാധ. ഏതാ 10ാമത്തെ ബാധ? കടിഞ്ഞൂൽ സംഹാരം, മനുഷ്യ സംഹാരം. ആമേൻ.
കടിഞ്ഞൂലെന്ന തലമുറകൾ അല്ലെങ്കിൽ ആദ്യജാതന്മാർ, കുണ്ടറയിൽ കിടക്കുന്നവൻ്റെ ആദ്യജാതൻ മുതൽ കൊട്ടാരത്തിൽ പാർക്കുന്നവൻ്റെ ആദ്യജാതൻ വരെ എന്ത് ചെയ്യാൻ പോവുക? ഒറ്റ രാത്രി കൊണ്ട് മരിക്കാൻ പോവുകയാണ്. അതൊരു ബാധയായിരുന്നു. ആമേൻ. അതെന്തുമായിരുന്നു? ഒരു ബാധയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അത് മരണപ്പെടുമെന്ന് കർത്താവ് എന്ത് ചെയ്തു? ഇങ്ങനെ പ്രഖ്യാപിക്കുവാണ്. മോശ പറഞ്ഞു സംഭവിക്കാൻ പോവുക. ആ തലേ രാത്രി ശ്രദ്ധിക്കണം. ഈ പെസഹായുടെ ആരംഭം ഞാൻ പറയുവാണ്. തലേ രാത്രി ദൈവം പറഞ്ഞു, മോശേ, നീ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ നിന്റെ തലമുറ കൂടെ നഷ്ടമായി പോകും. അപ്പോൾ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞ കാര്യം ഇതാണ്: ഓരോരുത്തൻ അവൻ്റെ വീട്ടിലെ അംഗങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ പിടിക്കണം. കടിഞ്ഞൂലുകളായ ആട്ടിൻകുട്ടിയെ പിടിച്ച് തലേ രാത്രി, ഇതുപോലത്തെ രാത്രിയിൽ സന്ധ്യയ്ക്ക് നിങ്ങളതിനെ അറുക്കണം. അറുത്ത് പുളിപ്പില്ലാത്ത അപ്പത്തെയും ചൊട്ട് നിങ്ങളതിനെ തിന്നണം. എന്നിട്ട് ഈ സോപ്പിൻ്റെ തണ്ടുകൊണ്ട് കിണ്ണത്തിൽ പകർന്നിരിക്കുന്ന രക്തത്തെ നിങ്ങളുടെ കട്ടിളപ്പടിമേലും നിങ്ങളുടെ കുറുമ്പടിമേലും നിങ്ങൾ തളിക്കണം. ഈ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ട വീടുകൾക്കകത്ത് സംഹാരകൻ കയറുകയില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ഇതാണ് പെസഹ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം. ആമേൻ. അപ്പോൾ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ, ആമേൻ, ആ കുഞ്ഞാടിനെ അവരെന്ത് ചെയ്തു? ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് അടുത്തു പറയുന്നത് എന്തെന്നറിയാമോ? ഈ കുഞ്ഞാട്, വേദപുസ്തകം പറയുന്നു, ഈ കുഞ്ഞാടിൻ്റെ രക്തം എന്ത് സംഭവിക്കുന്നു? കട്ടിളപ്പടിയിലും കുറുമ്പടിമേലും, എന്ന് പറഞ്ഞാൽ വാതിലിൻ്റെ മുകളിലും രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? ഈ സോപ്പ് തണ്ടുകൊണ്ട് അതിനെ നിങ്ങൾ പുരട്ടണം. എന്നിട്ട് ദൈവം പറഞ്ഞൊരു കാര്യം ഇതാണ്: രാത്രി സംഹാരദൂതൻ വരും. വീട്ടിൻ്റെ കട്ടിളയിൽ അവൻ നോക്കും, പേര് നോക്കത്തില്ല. കുറുമ്പടിമേൽ നോക്കും, ആരുണ്ടെന്നല്ല നോക്കുന്നത്. മിസ്രീമിനോ ഇസ്രായേലിനോ എന്നൊന്നും നോക്കത്തില്ല. ഒറ്റ കാര്യം ദൈവം പറഞ്ഞു: രക്തം അടയാളമല്ലാത്ത വീടുകളിലെല്ലാം സംഹാരകൻ കയറി ആദ്യജാതനെ കൊന്നുകളയും. ആമേൻ. അങ്ങനത്തെ ഒറ്റ രാത്രിയിൽ സംഹാരദൂതൻ അവിടെ അവൻ ചലിക്കുമ്പോൾ രക്ഷപ്പെട്ട ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ ഇസ്രായേൽ മക്കൾ പറയും, ഞങ്ങൾ രക്ഷപ്പെട്ടത് ഒരു കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവിലായതിനാൽ. അവർക്ക് പറയാനുണ്ട്, മക്കളെ, ഇതാണ് പെസഹ. രക്തത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ജീവനുകൾ രക്ഷപ്പെട്ടത് കൊണ്ട് ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതാണ് നമ്മൾ വായിച്ച ഈ 11ാമത്തെ വാക്യം മുതൽ, അല്ലേ? എല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുവാണ്. 11ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു, ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. ഹല്ലേലൂയ. അല്ലേ? ഈ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കണം? ആമേൻ. ശ്രദ്ധിക്കും. ഞാൻ ഭാഗത്തിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ അടുത്തങ്ങോട്ട് മുന്നോട്ട് വരാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതെങ്ങനെ തിന്നണമെന്ന് പറഞ്ഞു. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങളിത് തിന്നണം. പിന്നെ പറഞ്ഞു, തിടുക്കത്തോടെ നിങ്ങളിത് തിന്നണം. ഇത് യഹോവയുടെ പെസഹ ആകുന്നു. അല്ലേ? ഒന്നുകൂടെ പറയുന്നു, ഇത് യഹോവയുടെ പെസഹ ആകുന്നു. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ആമേൻ. അടുത്ത 12 പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ രാത്രിയിൽ മിസ്രയീം ദേശത്തു കൂടി കടന്ന്, ആമേൻ, മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. 13ാം വാക്യം പറഞ്ഞത്, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല.
കരമുയർത്തിയിട്ടൊരു ഹല്ലേലൂയ പറ. അപ്പോൾ എന്താ ദൈവം പറഞ്ഞ? രക്തം കാണുന്ന വീട്, രക്തം അടയാളമായിരിക്കുന്ന വീട്ടിനകത്ത് എന്ത് കയറത്തില്ല? ബാധ കയറുകയില്ല. അതിൻ്റെ അർത്ഥം മരണം കയറുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? രക്തം അടയാളമാക്കിയ വീടിനകത്ത് എന്തില്ല? മരണം എന്ന ബാധ കയറുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ രക്തം എവിടെ നിന്ന് കിട്ടി? പെസഹായിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഈ ആടിൻ്റെ രക്തമാണ് മരണദൂതനെ വീടുകളിൽ നിന്നും മാറ്റിയതെങ്കിൽ ഇത് പഴയ നിയമത്തിൻ്റെ പെസഹയായി ബൈബിൾ പറയുന്നു. നിത്യം നിയമമായി നിങ്ങൾ ഇത് ആചരിക്കണം. ആമേൻ. ഇതാണ് പെസഹ. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഈ പെസഹ എന്ന കലണ്ടറിൽ കാണുന്ന വാക്ക് മാത്രമല്ല, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് തലമുറ തലമുറയായി നിത്യ നിയമമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ആചരിക്കണം. അതുകൊണ്ടാണ് 2024 ഈ ഒരു പദം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി നമ്മുടെ പെസഹായും ഈ പെസഹായും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ പെസഹ പൂർണ്ണമാവത്തില്ലല്ലോ. ഹല്ലേലൂയ. പണ്ട് ആരാണ്ടോ മിസ്രൈമിലെടുത്ത ആട്ടുകുട്ടിയുടെ പെസഹയല്ല നമ്മുടെ പെസഹ. ആമേൻ. നമുക്കൊരു പെസഹയുണ്ട്. എത്ര പേർക്കതറിയാം? അറിവുള്ളവർക്കായി സ്തോത്രം. നമുക്കൊരു പെസഹയുണ്ട്. ആമേൻ. പെസഹ മക്കളെ, ഹല്ലേലൂയ. തൊട്ടുകൂടെ നമുക്ക് അത്യാവശ്യത്തിന് കോട് പിടിക്കാൻ ഓർഗനുണ്ട്. തട്ടല്ലേ? അപ്പോൾ നമുക്കൊരു പെസഹ ഉണ്ട് അല്ലേ? നമുക്ക് എന്തുണ്ട്? ആ പെസഹയിലേക്ക് നമ്മളൊന്ന് കയറണം. ഇത് പഴയ നിയമത്തിൻ്റെ പെസഹയല്ല, ഇത് പുതിയ നിയമത്തിൻ്റെ പെസഹയാണ്. നിങ്ങളെൻ്റെ ഇവിടെ ഉണ്ടോ? പിന്നെ ഉറങ്ങിയോ? അതെ, രാത്രി ഇതുപോലുള്ള പ്രസംഗം കിട്ടിയാൽ നിങ്ങൾ സുഖമായിട്ടിരുന്ന് ഉറങ്ങുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. പിന്നെ ഇടയ്ക്കെപ്പോഴും ഇച്ചിരി തീപ്പെട്ടിയും പേപ്പറും കിട്ടിയതുകൊണ്ട് ഇച്ചിരി കത്തി. ഹല്ലേലൂയ. പോട്ടെ, അത് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ്. എങ്കിലും കിട്ടിയവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിറങ്ങി വന്നത്. കിട്ടുന്ന അവസരത്തിൽ നമ്മളത് ഉപയോഗിക്കണമെന്നാണ് ഞാനും പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഉപയോഗിക്കാൻ അസന്ദർഭത്തിൽ ഞാനങ്ങ് വിട്ടുകളഞ്ഞു. പോട്ടെ, ഞാൻ ഈ ഭാഗത്തോട്ട് വരട്ടു. അപ്പോൾ ബൈബിൾ പറയുന്നു, ഈ പെസഹ പഴയ നിയമത്തിൻ്റെ പെസഹ അല്ലേ? മരണം മാറാൻ അറുക്കപ്പെട്ടൊരു കുഞ്ഞാടുണ്ടായിരുന്നു. അതാണ് പഴയ നിയമത്തിൻ്റെ പെസഹ. ശരിയല്ലേ? അങ്ങനെയാണല്ലോ അല്ലേ? മനസ്സിലായി. ഇനി പുതിയ നിയമത്തിൻ്റെ പെസഹ എന്ന് പറയുമ്പോൾ എന്താ? പുതിയ നിയമത്തിനകത്തൊരു പെസഹ ഉണ്ട്. ആമേൻ. ഓൾറെഡി അത് നമ്മൾ തിരിച്ചറിയണം. ആ പെസഹ എന്താണ്? പുതിയ നിയമം എന്താ ഈ പെസഹയെക്കുറിച്ച് പറയുന്നത്? അതൊന്നും നമ്മൾ തിരിച്ചറിയണം. ആമേൻ. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ജസ്റ്റ് ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ആ ആ ആ ആ ഇവിടെ ശ്രദ്ധിക്കണം. പൗലോസ് പറയുന്ന റെവലേഷനാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. കരങ്ങളെ ഉയർത്തിയത് ഹല്ലേലൂയ. ഇതാണ് പുതിയ നിയമത്തിലെ പെസഹ അല്ലേ? പഴയ നിയമത്തിൻ്റെ പെസഹ കോലാട് കുട്ടിയാണ്. പുതിയ നിയമത്തിൻ്റെ പെസഹ കോലാട് കുട്ടിയല്ല. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. നമ്മളൊരു സുഖമില്ലല്ലോ. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്തപ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണെന്ന് പറയണം. നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത്രയെങ്കിലും ഓർമ്മയിരിക്കട്ടെ നിങ്ങൾക്ക്. നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ്. ഞാൻ പറഞ്ഞല്ല, ബൈബിൾ പറഞ്ഞ കാര്യമാണ്. ശരിയല്ലേ? ചിലരൊക്കെ ഉറക്കത്തിൽ നിന്നത് പക്ഷേ ഞാൻ റെഡിയായി ടാൻഷ് മതി. നമ്മുടെ പെസഹ കുഞ്ഞാട് ആരാണ്? ക്രിസ്തു. ഉറക്കെ പറ, ആര്? ക്രിസ്തു. എന്തിനാ പേടിക്കുന്നത്? തെറ്റൊന്നുമല്ല. റജിപാസ് പറഞ്ഞ തെറ്റൊന്നുമില്ല. ഇത് ബൈബിളിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അതാരാ? ക്രിസ്തു. പണ്ടത്തെ കോലാട്ട് കുട്ടിയല്ല ഈ പ്രസംഗിക്കുന്നത്. പണ്ടത്തെ ചെമ്മരിയാടിൻ്റെ കുട്ടിയല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഇത് പുതിയ നിയമത്തിൻ്റെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തുവാ.
ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ ആത്മീയമായി ജലത്തിൽ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് ജസ്റ്റ് വേഗത്തിലൊന്ന് വരാം നമുക്ക്. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മതി. യോഹന്നാൻ എന്ന സ്നാപകൻ കണ്ടേച്ച് ആരെ കണ്ടിട്ടാണ്? യേശുവിനെ കണ്ടിട്ട് പറഞ്ഞ ഒരു പ്രസ്താവന ഇതാണ്. തച്ചൻ കൊച്ചൻ വരുന്നെന്നല്ല, യേശു വരുന്നെന്നല്ല, പിന്നെന്താ പറഞ്ഞ്? ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആമേൻ. ഈ കുഞ്ഞാടാണ് അറുക്കപ്പെട്ടത്. അപ്പൊ ഇത് വെറും കുഞ്ഞാടല്ല, പാപത്തിൻ്റെ ശമ്പളമെന്ന മരണത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും മോചിപ്പിക്കാൻ വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടും കുഞ്ഞാടിൻ്റെ രക്തവും നമുക്കുണ്ടെങ്കിൽ പുതിയ നിയമത്തിൻ്റെ പെസഹായുടെ കുഞ്ഞാടെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഇതാണ് നമുക്കുള്ള പെസഹ. അക്കരങ്ങളെ തട്ടി ആ ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കട്ടെ. നമ്മുടെ പെസഹ കുഞ്ഞാട് ആ രക്തത്താൽ എന്നെയും നിങ്ങളെയും മോചിപ്പിച്ചിരിക്കുകയാൽ, എന്നെയും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാൽ ആ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായടാ മക്കള്? ഞാൻ ചോദ്യം ചോദിക്കും. അമ്പോന്ന് ചോദ്യം ചോദിക്കുന്നു പറഞ്ഞു. അതെ. അപ്പോ നമ്മുടെ പെസഹ കുഞ്ഞാട് ആരാണ്? പറ. ക്രിസ്തു. പോയി ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റ് പഠിപ്പിച്ച് എന്നടാ ഞാൻ പഠിപ്പിച്ചേ, അന്നേരം എഴുന്നേറ്റ് എന്ന് വായുമ്പോൾ നിൽക്കുന്ന ആരാടാ പെസഹ കുഞ്ഞാട്? ക്രിസ്തു. അവൻ പഠിച്ചു വെച്ചേക്കാണ്. ഈ ചോദ്യം പാസ് ഇനി ചോദിക്കുന്നവൻ അറിയാം. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. ആമേൻ. അപ്പൊ ഈ പെസഹ കുഞ്ഞാടിനെ നോക്കിയിട്ട് യോഹന്നാൻ എന്ന സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇത് വേറെ ആരുമല്ല, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആമേൻ. ഈ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് എന്തു ഗുണമുണ്ടായി? പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ഒരു നിത്യജീവൻ നമുക്ക് കിട്ടി. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ഒരു നിത്യജീവൻ നമുക്ക് ലഭിച്ചു. സന്തോഷമുണ്ടെങ്കിൽ ആ ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. അപ്പോൾ ബൈബിൾ പറയുന്നു, ഈ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുഞ്ഞാടായി അറുക്കപ്പെട്ടത് കൊണ്ട് അതിൻ്റെ ഗുണം യോഹന്നാൻ കിട്ടിയ വെളിപ്പാടിനകത്ത് യോഹന്നാൻ പറയുന്നുണ്ട്. അത് കൂടെ ജസ്റ്റ് ഒന്ന് വായിക്കാം. വായിച്ചിട്ട് നമ്മൾ അടുത്ത ശുശ്രൂഷയിലേക്ക് കയറാം. വെളിപ്പാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം. വെളിപ്പാടിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യെസ്. പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. അടുത്ത ഇതാണ് വാക്ക്. നീ അറുക്കപ്പെട്ടു. അടുത്ത നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ബൈബിൾ നോക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, ഇവിടെ TV ഉണ്ട്. ഹല്ലേലൂയ. വായിക്കുന്ന ആൾ അവിടെ നോക്കി വായിക്കണം. ബാക്കിയുള്ളവരൊക്കെ വേണമെങ്കിൽ ഇവിടെ നോക്കിയാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ മാറിയിട്ടുണ്ട്. ഒന്നുകൂടെ ഇട്ടേക്ക്. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ പറയുന്നു, പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ആ പുറകറ്റത്ത് കാണാൻ പറ്റുന്നുണ്ടോ? പുറകറ്റത്തുള്ള ഇല്ല, പറ്റൂല. ഈ പുറകെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ പൈസ ഇട്ട് വലിയ TV വാങ്ങിക്കണം. ഹല്ലേലൂയ. ഫ്രണ്ടിലുള്ളവർക്ക് മാത്രം സ്വോത്രമുണ്ട്, ബാക്കിലുള്ള ആർക്കും സ്വോത്രമില്ല.
ഹല്ലേലൂയ. നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കും, പേടിക്കണ്ട. അപ്പോൾ അല്ലേ, ഞാനങ്ങനെ ചിന്തിക്കുന്നു, ഈ ബോക്സിന് ഇപ്പുറത്തോട്ടിരിക്കുന്ന എല്ലാവർക്കും ഇനി നിങ്ങൾ കണ്ടില്ലെങ്കിലും കണ്ടെന്ന് പറയും. ഒരു വലിയ ടി വി വാങ്ങിക്കട്ടെ നമുക്ക്. എന്നെ കാണാനില്ല, ഇത് കാണാൻ വേണ്ടേ? വേണോ വേണ്ടേ? വേണം. ടി വി വേണോ പ്രൊജക്ടറാണോ നല്ലത്? ജയം ബ്രദർ എന്ത് വേണം നമുക്ക്? ഇവർ നല്ല ഉഷാറായിട്ട് നിൽക്കുക, ഒന്ന് ചോദിച്ചു നോക്കാം. ടി വി വേണോ പ്രൊജക്ടർ വേണോ? പ്രൊജക്ടറാണ് നല്ലത്. ഷിബിൻ ബ്രദറെ എന്തായിരിക്കും? ടി വിയും പ്രൊജക്ടറുവാ, രണ്ടും ഒന്ന് പിടിക്കാം നമുക്ക്. പ്രൊജക്ടറാണ് നല്ലതെന്നാണ് നമ്മളെ മീഡിയയിലെ പ്രിയപ്പെട്ടവർ പറയുന്നത്. ഹല്ലേലൂയ. പ്രൊജക്ടർ വയ്ക്കുന്നത് ദോഷമൊന്നും ആണോ? വലിയ ചർച്ച പ്രൊജക്ടറൊക്കെ വയ്ക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, റീല് കറക്കുന്ന സാധനമൊന്നുമല്ല ഇത്. ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ട് വലുതായിട്ട് കാണിക്കാൻ വേണ്ടി. പാട്ട് നിങ്ങൾ കൊണ്ടുവരണ്ട, പക്ഷെ ബൈബിൾ കൊണ്ടുവരാതിരിക്കരുത്. പാട്ടത്തിൽ കാണിക്കും. ആമേൻ. നിങ്ങൾക്ക് കണ്ടു പാടാം. പ്രൊജക്ടർ വേണോ? ആർക്കൊക്കെ വേണം? കൈവയ്ക്ക് നോക്കട്ടെ. ഹല്ലേലൂയ. പൊക്കാനൊരു വരുത്തമാണ്. കാരണം ക്ലാസ് കറങ്ങി വരുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു സുജിത് ബ്രദറെ വേണം, പ്രൊജക്ടർ വേണം നമുക്ക്. അങ്കിള് വേണം. നമ്മളാണ് പുറകുള്ളവരെ കാണിച്ചു കൊടുക്കാനുള്ളത്. എത്ര രൂപയാണ് പ്രൊജക്ടർ? അവിടെ തന്നെ ചോദിക്കാം. അത്രയും വലുത് വേണ്ട ബ്രദറെ. ഒരു 10-25,000 രൂപയ്ക്ക് കിട്ടുമല്ലേ? ഇല്ല, 40-50 രൂപ. എപ്സൻ്റെ ഒക്കെ സാധനത്തിൽ 40 രൂപ കിട്ടുമോ? അതും കൂടുതലോ? പിന്നെ നിങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ മതി, നടക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ എല്ലാ പുള്ളികളും വന്നിട്ടില്ല. ഞായറാഴ്ച ഈസ്റ്ററിന് വരുമായിരിക്കും. ഓർമ്മ ഉണ്ടെങ്കിൽ കണക്കാക്കി ഞാനൊന്ന് പറയാം. ഹല്ലേലൂയ. 50 പേര് 1000 രൂപ ചിട്ടാതി എന്നാൽ പ്രൊജക്ടർ ഇവിടെ എത്തും. നമ്മുടെ ചർച്ചിൽ 10-250 ആൾക്കാരുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. ഈ 50 പേരിൽ നിങ്ങളില്ലാത്തതിനായി സ്തോത്രം. നിങ്ങൾ കയ്യുമില്ല കാലുമില്ല, ഉള്ള ശബ്ദവും പോയി, എല്ലാം പോയി. ഹല്ലേലൂയ. മനസ്സിലങ്ങ് തീരുമാനിക്കണം, നമുക്കിവിടെ എന്ന് പാട്ടുസുഖം കൊണ്ടുവരാൻ പാടല്ലേ? ഇല്ല, ഇനിയില്ല. എന്നാൽ ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചു നോക്ക്. പാട്ടുസുഖം ഇല്ലേ താനും? പാട്ടുസുഖം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ലേ താനും. കൊണ്ടുവരാൻ പാടുമില്ല. പാട്ടുസുഖം കൊണ്ടുവന്നോ നിങ്ങൾ? അതാണ് ഞാൻ പറഞ്ഞത്. കൊള്ളാം, നിങ്ങൾ കൊള്ളാം, നല്ല ആള്. ഹല്ലേലൂയ. ഇറങ്ങി ഒരു തരം ഹല്ലേലൂയ പറഞ്ഞ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ശ്രമിച്ചാൽ ഒരു ചെറിയ പ്രൊജക്ടർ ഒന്നും വാങ്ങിക്കാം. നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് പുറകറ്റം വരെ ഇരിക്കുന്നവർക്ക് ആമേൻ പാട്ട് ദിവസം കൊണ്ടുവരാതെ പാട്ട് പാടാം. ബൈബിൾ കൊണ്ടുവരുന്നത് ഞാൻ പറയില്ല. ആമേൻ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എവിടെ നിന്നോ ചാടി ഇനി പ്രൊജക്ടറിലേക്ക് വന്ന് പോയി. അപ്പോൾ നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചോ? 50 പേര് 1000 രൂപ വെച്ച് എത്രയായി? 50,000 ആയി. പ്രൊജക്ടറും അതിൻ്റെ അനുബന്ധ സാധനങ്ങളും കൂടെ ഒക്കെ ചേർത്ത് വാങ്ങിക്കാം. മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ CC ഇട്ടോളാം, ഫിനാൻസ് ഇട്ടോളാം. കുറേ ഫിനാൻസായി. അവിടെ ഒരു മിക്സർ ഇപ്പോൾ ഫിനാൻസിൽ എടുത്ത് മാസം 4000 രൂപ വെച്ച് അതും പോയിക്കൊണ്ടിരിക്കുക. ആമേൻ. പോട്ടെ. അതെല്ലാം ദൈവത്തിനുള്ളത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം ജോലി എന്ന പൈസ, എന്തൊരു ഐഡിയ! ഒരു ദിവസം ജോലി എന്ന പൈസ കൊടുക്കാൻ തയ്യാറുണ്ടോ? ഉണ്ട്. നമുക്ക് ബാക്കിയുള്ളവർക്കൂടെ ഒന്ന് വിളിക്കാം, വിളിച്ചിട്ട് നമുക്കൊന്ന് ലിസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു സന്തോഷവുമില്ല പാസ്റ്റർ ഇനി പ്രൊജക്ടർ വാങ്ങിച്ച് എൻ്റെ പൈസ ചുമ്മാ കളയല്ലേ എന്ന്. അതെ, പുറകറ്റം വരെ ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനമൊന്നും അല്ലത്. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഗ്ലോറി. അപ്പോൾ ഈ പെസഹ വേഴ്ചന് ഒരു കാര്യം ഉറപ്പായി, നമ്മൾ പ്രൊജക്ടർ വാങ്ങിക്കാൻ പോവുകയാണ്. ഈ നൈറ്റ് പ്രേയറിൽ എങ്ങനെ ഒരു ഡെലിവറൻസ് നടന്നതിനായി സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞില്ല നിങ്ങൾ? മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഓർമ്മ വേണം നമുക്ക്. 31-ാം തീയതി അല്ലല്ലോ,
ഞായറാഴ്ച ഈസ്റ്ററിൻ്റെ അന്ന് പറഞ്ഞു, അന്ന് നിറച്ച ആൾ കാണും. ഹല്ലേലൂയ. ഈസ്റ്റർ ആയതുകൊണ്ട് നിറച്ച ആൾക്കാർ വരും. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം ആയതുകൊണ്ട്. അവൻ ജസ്റ്റ് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാതെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ്, ഞാൻ ഈ ഭാഗത്തോട്ട് വരട്ടെ. പെസഹയുടെ ഭാഗത്ത് മണി എത്രയായി? ഈ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് സമയം കാണാൻ പറ്റുന്നില്ല. 10:20 ഒരു 10-15 മിനിറ്റോടെ പറഞ്ഞിട്ട് തുടർന്ന് അടുത്ത ശുശ്രൂഷയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണേ. അപ്പോൾ ഈ പുതിയ നിയമത്തിനകത്തെ പെസഹ കുഞ്ഞാട് ആരാണ്? യേശു ക്രിസ്തു. ആമേൻ. ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് എന്താ ഗുണം? വെളിപ്പാട് 5 അതിൻ്റെ 9 എന്താ നമ്മൾ വായിച്ച്? പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. അതാരെക്കുറിച്ച് പറഞ്ഞു? യേശുവിനെ കുറിച്ച്. അടുത്തെന്താ പറഞ്ഞേ? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും സകല ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി. ഇതല്ലേ പണ്ട് കോലാടറുത്തപ്പോഴും സംഭവിച്ചേ? മരണത്തിനു കൊടുക്കാതെ ദൈവത്തിനായിട്ട് അവര് വേർതിരിക്കുകയാ. ഹല്ലേലൂയ. മക്കളെ ഉറങ്ങിയ? ആരും ഉറങ്ങല്ലേ? പപ്സുണ്ട്. മൊത്തം സ്പോൺസർ ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട. ഹല്ലേലൂയ. ഉറങ്ങല്ലേ? ഉറങ്ങല്ലേ? ഹല്ലേലൂയ. മക്കളെ ഉറങ്ങല്ലേ? ഒറ്റ എണ്ണം ഉറങ്ങിപ്പോവല്ലേ? എങ്കിൽ നിങ്ങളുടെ പപ്സ് ഞാൻ തിന്നോണ്ട് പോകും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുക, ഈ അറുക്കപ്പെട്ട രക്തം കൊണ്ട് സകല ഗോത്രം, സകല ഭാഷ, സകല ജാതി, സകല വംശത്തിൽ നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ഏത് പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാ? ക്രിസ്തു യേശു എന്ന പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ പെസഹ. ഇതാണ് പുതിയ നിയമത്തിൻ്റെ പെസഹ. ആമേൻ. ഇതാണ് ആരാണ്? പുതിയ നിയമത്തിൻ്റെ പെസഹ. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനിത് 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പുതിയ നിയമത്തിൻ്റെ പെസഹ എന്ന് പറയുന്നത് ഇതാണ്. പഴയ നിയമത്തിൻ്റെ പെസഹയാണ് നമ്മൾ പുറപ്പാടിൽ വായിച്ചത്. പുതിയ നിയമത്തിൻ്റെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ മാംസവും രക്തത്തിലുമാണ് നമ്മൾ അംശികളാകുന്നത്. ആമേൻ. കാതലായ 1-2 ഭാഗങ്ങളിലേക്ക് ഞാൻ കയറി വരിക. നമുക്കിനി കത്രിമേശയുണ്ട്, നമുക്കിനി പാദം കഴുകൽ എന്താ ശുശ്രൂഷയുണ്ട്. വർഷങ്ങളായി അത് നമ്മുടെ ഈ ശുശ്രൂഷയ്ക്കത് ചെയ്യാറില്ലായിരുന്നു, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ഉത്സാഹം തോന്നി. ഞാൻ ഈ പെസഹയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ചുമ്മാ വീട്ടിൽ നിന്ന് ഉറങ്ങുന്നതിനേക്കാൾ നല്ലത് ഒരു ശുശ്രൂഷ ചർച്ചിലാകട്ടെ എന്ന് ചോദിച്ചു. വെളിയിൽ വേറെ മീറ്റിംഗ് ഒന്നും വന്നില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അത്താഴത്തിലേക്ക് കർത്താവ് അത് ഒരുക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ് നിങ്ങൾക്കിതിലൂടെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അല്ലാതെ ഇനിയിപ്പോൾ കോലാടും ചെമ്മരിയാടും അറുത്ത് ഭക്ഷിച്ച് വീട്ടിൽ ചെന്നിരിക്കലല്ല ഇതിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്. മറിച്ച് നമുക്കുള്ള കുഞ്ഞാട് ക്രിസ്തുവാണ്. ആ കുഞ്ഞാടിൻ്റെ മാംസത്തിനും രക്തത്തിനും നമ്മൾ അവകാശിയാകുന്നത് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പണ്ടൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരു രക്ത പയ്യന്മാർക്കോ കൊയറിൻ്റെ പയ്യന്മാർക്കോ തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടോ. ഓ മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ഓ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം
നന്ദിയോടടി വണങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ ഇത്രയും ചങ്കിലെ രക്തമൊക്കെ തന്നിട്ട് ഒരു ഉശിരില്ലാതെ ഇരുന്നു നിങ്ങളിത് പാടുമ്പോൾ കർത്താവ് എങ്ങനെ സഹിക്കും? ഒന്ന് എഴുന്നേക്ക്. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ്. ഇത് നമ്മുടെ കൊയറിലെ പിള്ളേരാണ്. നമ്മൾ ശക്തന്മാരായ പാട്ടുകാരായി മാറട്ടെ. പെസഹ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കരുത്. തിടുക്കത്തോടെ തിന്നണമെന്നാണ് ആര് പറഞ്ഞേ? പണ്ട് ദൈവം പറഞ്ഞു അരക്കെട്ടണം. എങ്ങനെ? ബെൽറ്റൊക്കെ നന്നായിട്ടൊന്ന് മുറുക്കിയിട്ടണം. അരക്കെട്ടി തിടുക്കത്തോടെ. അപ്പൊ ഈ പതുക്കെ 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 തിടുക്കത്തോടെ പറ. എങ്ങനെയാണ്? കൈ അടിക്കുന്നെങ്കിൽ തിടുക്കത്തോടെ അടിക്കണം, പാടുന്നെങ്കിൽ തിടുക്കത്തോടെ പാടണം. ഈ പെസഹയെ കുറിച്ച് തമ്പുരാൻ പറയുന്നത് തിടുക്കത്തോടെ തിന്നണം. 1 2 3 4 താളത്തിലെങ്കിട്ടോട്. യെസ്. കുഞ്ഞാട്ടിൻ തീരെ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തഞ്ചങ്കിലെ ശുദ്ധരക്തത്താൽ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരെ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തഞ്ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടോ. മഹത്വം രക്ഷകാസുരിനക്കെന്നും ചുറ്റിൽ നിന്നെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധി. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധിനായി. ലഭിക്കും നിശ്ചയം ലഭിക്ക്. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. ഭാവിക്കുന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ ലഭിക്കും നിശ്ചയം ലഭിക്ക്. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. ഭാവിക്കുന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ഈ ലോകസുഖം കല്ലിന ആ ഭാഗ്യം കണ്ടപ്പോ ഭാഗ്യകാലമോടുപോ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം കല്ലിന ആ ഭാഗ്യം കണ്ടപ്പോ രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജന്മൂഹം കണ്ടു എന്ന് ഞാൻ ഘോഷിക്കോ. രംഗത്തിൽ ഫലവാൻ വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങൾ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജന്മൂഹം കണ്ടു എന്ന് ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലവാൻ വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. നിന്നെ ഞാൻ ആയുസ്സിൻ
ആയുസേ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മനോഹരമാ സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോൾ അവിടെ എത്തുമ്പോൾ. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോൾ അവിടെ എത്തുമ്പോൾ. നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ എൻ ശത്രുവിനതു എളുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയിടും ആനന്ദം പാടിടും യേശുരാജൻ നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ എൻ ശത്രുവിനതു എളുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയിടും ആനന്ദം പാടിടും യേശുരാജൻ മുൻപാകെ. ഞാൻ ശുദ്ധനായി തീർന്നു. ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. ഞാൻ തീരും രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മകത്തോ രക്ഷക സന്തോഷത്തോടെ എന്നെ ഞാൻ ആയുസിൽ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. നിന്നെ ഞാൻ ആയുസിൽ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. തുടിക്കും നിന്നെ ഞാൻ ആയുസിൽ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. തുടിക്കും നിന്നെ ഞാൻ ആയുസിൽ നാളെല്ലാം നന്ദിയോടെ